AMH എന്ന് പറയുന്നത് ആൻറ്റി മുള്ളറിൻ ഹോർമോൺ. അത് നമ്മുടെ ഓവറിയുടെ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഗർഭധാരണ ശേഷി എന്ന് പറയാം, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇൻഡെക്സ് എന്ന് പറയാം. അതാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ AMH കുറവെന്ന് വെച്ച് ഗർഭിണിയാവാൻ പാടില്ല എന്നൊന്നുമില്ല. AMHും ഏജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏജിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഏജ് കുറവാണെങ്കിൽ, AMH കുറവാണെങ്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ട് ഈവൻ നാച്ചുറൽ തന്നെ പലപ്പോഴും കൺസീവ് ചെയ്യാൻ പറ്റും, ഗർഭിണിയായി ആക്കാൻ പറ്റും. ഏജ് കുറച്ച് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ AMH കൂടുതലാണ് നല്ലതാണെങ്കിൽ പോലും ചിലപ്പോൾ കൺസീവ് ചെയ്യാൻ ഡിഫിക്കൽറ്റി ഉണ്ടായിരിക്കും. ഇതൊന്നും ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളല്ല AMH. നമ്മൾ AMH 0.2, 0.1 വെച്ചിട്ട് നമ്മൾ ചികിത്സ ചെയ്തോ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്തോ ഇഷ്ടംപോലെ ആൾക്കാർ പ്രഗ്നൻസി ആയിട്ട്, നോർമൽ പ്രഗ്നൻസി ആയിട്ട് കുട്ടിയായിട്ട് വരുന്നുണ്ട്. എന്നാൽ AMH നല്ല AMH ഉണ്ടായിട്ട് ഏജ് കൂടുതലുള്ളവർക്ക് നമ്മൾ എത്ര തന്നെ ട്രൈ ചെയ്തിട്ടും ഗർഭിണിയാവാത്തവരുമുണ്ട്. അപ്പോൾ AMHും ഒരു AMHൻ്റെ അളവുകോല്, AMHൻ്റെ അളവുകോല് വെച്ച് നമുക്ക് ഗർഭിണി ആവില്ല എന്നോ ഗർഭിണി ആവുമെന്നോ ഒന്ന് തീർത്ത് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൾ റിലേറ്റീവ്. നമ്മൾ ഏജും AMHും പല ഫാക്ടേഴ്സും വെച്ചിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, AMH കുറവാണെങ്കിൽ നമ്മൾ സാധാരണ പ്രഗ്നൻസി ഡിഫിക്കൽട്ട് ആയിരിക്കാം എന്നേ പറയാൻ പറ്റും.